കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഈ വാക്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ നാടിനെ നരകതുല്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകളും ഒപ്പം ജനസേവകരും. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്കും കുത്തക മുതലാളിമാർക്കും അമ്മാനമാടാനുള്ളതാണോ നമ്മുടെ പ്രകൃതി സമ്പത്ത്? പ്രതികരിക്കുന്ന പ്രവാസിയിൽ ഈ ആഴ്ചയിലെ വിഷയം മൂന്നാറിലെ കയ്യേറ്റത്തെക്കുറിച്ചാണ്. മൂന്നാർ ഒരു ചുടലപ്പറമ്പായി മാറുകയാണോ? കേരളത്തിന് ഒരു പൈതൃകമുണ്ട്. അതിൻ്റെ ആ രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെ നമ്മുടെ രാജ്യം തന്നെ ഇന്ന് ലോകത്തിൻ്റെ മുമ്പ് തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതകളെ നശിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു കയ്യേറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ മല, കുന്നുകൾ ഇതൊക്കെ തന്നെ ഇന്ന് നിൽക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയാണ് കാണിക്കുന്നത്. ഇതെല്ലാം നശിപ്പിക്കുന്ന സമയത്താണിന്ന് ഈ ലോകത്ത് ഉണ്ടാകുന്ന പ്രകൃതി ക്ഷോഭങ്ങൾ, അതേപോലുള്ളതായ ഭൂമി കുലുക്കോ ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കുന്നുകളും അതേപോലെ നല്ല നല്ല പ്രകൃതി ഭംഗികളെല്ലാം നശിപ്പിക്കുന്ന സമയത്താണ്. അനധികൃതമായി ഭൂമി പിടിച്ചടക്കുകയും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി പെട്ടെന്നുള്ളൊരു സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ഉടനെ തന്നെ കെട്ടിടങ്ങളൊക്കെ പൊളിക്കാനുള്ള ഒരു ഓർഡർ വരികയും കലക്ടർ വരികയും അത് കുറച്ച് പൊളിക്കുകയും അത് പെട്ടെന്ന് നിർത്തിവെക്കുകയും ചെയ്തത് ജനങ്ങളെ ഒരു എന്തോ ചെയ്യുന്നുണ്ടെന്ന് ഒരു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ശ്രമം ചെയ്തത് ഇപ്പോഴുള്ള സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ആർജവം കാണിച്ചത് തന്നെ അതൊരു വലിയ സ്വാഗതാർഹമാണ്. കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെൻറ്റും അതിലുൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെയാണ് ഈ ടാറ്റ പോലുള്ള വൻകിട മുതലാളിമാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് മുമ്പ് ഭരണപക്ഷമായിരുന്നു, ഇപ്പോഴത്തെ ഭരണപക്ഷം മുമ്പ് പ്രതിപക്ഷമായിരുന്നു. രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. മുതലാളിത്ത സിസ്റ്റം ഈ ഇന്നത്തെ പാവപ്പെട്ടവൻ്റെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയേറെ ഖേദം തോന്നുകയാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ദിനച്ചുകൂടിയും പരിപ്പോഴും കാപ്പിയൊന്നുമല്ല. ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ബിരിയാണി. മൂന്നാറിൽ കുറെ ആദിവാസികളുണ്ട്. അവർ സർക്കാരും പൊളിറ്റിക്സുകാരും എല്ലാവരും കൂടി അവരെ സമാധാനത്തോട് ജീവിക്കാൻ വേണ്ടി ആദ്യം വേണ്ടത്. മൂന്നാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി മുഖ്യമന്ത്രി മുൻപ് പോയിട്ട് ഇതിനൊരു തീർപ്പൊക്കെ കൽപ്പിച്ചതാണ്. അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് പിന്നെ അത് മറ്റു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് അത് അവർ നിർത്തലാക്കി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പുള്ളി എന്തോ ചെയ്യാനും പാവം. കോൺഗ്രസിൻ്റെ എക്സ്-എം-എൽ എ പറഞ്ഞെന്താണ്, അവിടെ ടാറ്റയുടെ തടയണം പൊട്ടിച്ചാൽ ഞങ്ങൾ എതിർക്കും. ഇപ്പം എല്ലാവരും ഇപ്പം ഒത്തുകൊണ്ടാണല്ലോ കളി കളിക്കുന്നത്. എല്ലാവരും അനിഷ്ടമായിട്ട് ഈ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രാദേശിക പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലുണ്ട്. അല്ലാതൊന്നും ആരും കൊടുക്കത്തില്ല, അല്ലാതെ ആരും എഴുതിയും കൊടുക്കത്തില്ല. അതുകൊണ്ട് അവർ പ്രാദേശികമായിട്ട് അതുകൊണ്ട് തന്നെ എതിർക്കുന്നത്. അത് ഇടതും വലതും ഒക്കെ അതിനകത്ത് കണക്ക് അല്ല. തുണി അങ്ങോട്ട് മാറുമ്പോഴല്ലേ മന്ത്രിമാർ വാക്ക് മാറ്റുന്നത്. അന്ന് മൂന്നാറിനെ അതേപോലെ സംരക്ഷിക്കണം ആരായാലും. ജഡ്ജിമാർ വരെ പറഞ്ഞല്ലേ, ഇന്ത്യൻ പ്രസിഡന്റിനെ അവരെ വെല്ലുവിളിക്കുന്ന കോടതിയല്ലേ ഇന്നിരിക്കുന്നത്. ടാറ്റ പോലുള്ള ആൾക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ജലം കടലിലേക്ക് ഒഴുകി പോവാതെ അവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എല്ലാ നദികളിലും ചെയ്യാം. ഭാരതപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ദൂരം ഒഴുകുന്ന നദികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ആഴമുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് അവിടെ നിർമ്മിച്ച് ജലം സംരക്ഷിക്കണം. കുടിവെള്ളത്തിന് വേണ്ടി ടാറ്റ തടയണ കിട്ടാതിരുന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ജനങ്ങൾ കുടിവെള്ളം വെള്ളം കുടിച്ചില്ല എന്നാണ് ഈ പറയേണ്ട അർത്ഥം. എല്ലാറ്റിനും പാർട്ടി സ്വാധീനം അതാ മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പുരോഗതിയും ഒരു പണി ഒന്നും നടക്കാതെ കാരണം പാർട്ടി. ഇപ്പോൾ ഒരാൾ പൊളിക്കുന്ന സമയത്ത് മറ്റു പാർട്ടിക്കാർ പറയും അത് ഞങ്ങളതാണ് നമുക്ക് പൊളിക്കാൻ വേണ്ടി പാടുള്ളത്. അപ്പോൾ അതിന് സമരം വരും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ കാണുന്നുണ്ടോ ടി വി തന്നെ എല്ലാ പ്രശ്നങ്ങളും. ഇസ്മായിൽ എന്താ പറഞ്ഞ 60 വർഷം മുമ്പ് അത് വിലക്ക് വാങ്ങിച്ച സ്ഥലമാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഈ 60 വർഷം മുമ്പ് അവർ വാങ്ങിച്ചതിന് അവർക്ക് രേഖ ഉണ്ടെങ്കിൽ അവരവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അവർ തട്ടിപ്പിക്ക് എന്താ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബിൽഡിങ്ങുകൾ തട്ടിപ്പൊളിക്കാന്നുണ്ടെങ്കിൽ CPM-ന്റെ ബിൽഡിംഗ് എന്താ പൊട്ടിപ്പൊളിക്കാൻ പ്രയാസം? എന്താ JCB-യുടെ കൈ അതിൻ്റെ മുകളിലേക്ക് എത്തില്ലേ? ഏത് പാർട്ടി ഓഫീസായാലും അനധികൃതമാണെങ്കിൽ അത് എടുക്കുക തന്നെ വേണം. ഇപ്പോഴേക്ക് അധികം സ്ഥലങ്ങളൊന്നുമില്ല, അവർ കയ്യേറിയിട്ടില്ല. കയ്യേറിയിട്ട് ചില ഒരുമാതിരി ഓഫീസും കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ട്, അതേ ഉള്ളൂ. പക്ഷെ കൂടുതൽ സ്ഥലം കയ്യേറിയത് ടാറ്റയാണ്. CPIയുടെ ഓഫീസായിരുന്നാലും അത് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അത് ഇടിച്ചു നിരത്തും എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. തീർച്ചയായിട്ടും മുൻ മന്ത്രി സഖാവ് ഇസ്മായിൽ പ്രതികരിക്കേണ്ടായിരുന്നല്ലോ. ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഓഫീസ് തകർക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഓഫീസിൻ്റെ സ്ഥലമൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിടിച്ചടക്കുകയാണെങ്കിൽ അത് ആരെങ്കിലും അത് ഒഴിപ്പിക്കാൻ വരികയാണ് അവരെ കൈ വെട്ടി മാറ്റുക എന്നുള്ളത്
പത്രത്തിലും TV ചാനലിലൂടെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പം എന്തോ ഒരു സത്യം അതിനകത്ത് ഇല്ലാതെ അവരങ്ങനെ പ്രതികരിക്കൂലല്ലോ. അത് വളരെ മോശത്തിലല്ലേ പറഞ്ഞത്. അവിടെ ഇടിക്കാൻ വരുന്ന ആൾക്കാരുടെ കൈവെട്ട് എന്ന് പറഞ്ഞ ഈ ഇസ്മായിലിന്റെ ആ ഒരു പരാമർശം ശരിയായില്ലെന്നുള്ളത് തന്നെയാണ്. അയാൾക്ക് അങ്ങനെ തോന്നിയ പറഞ്ഞു ശരിയല്ലേ? ഒന്നുമില്ല, ഒരു പറയലേ ഉള്ളത്, ഒരു കാര്യമില്ല. ഇനി അതൊന്ന് വെറുതെ വാക്ക് മാത്രം, അതൊന്നും നടക്കാത്ത കാര്യം. അവർക്ക് മാത്രമല്ല കൈ പറ്റുക, പലരും കൈ ഉണ്ടാവുന്നല്ലോ. ഇസ്മായിലിന്റെ മാത്രം കൈ കൊത്തിയാല് ഒരു പാർട്ടി വരുമല്ലോ കൊത്താൻ. CPIയുടെ ഓഫീസ് അനധികൃതമായി പൊളിക്കുന്നവരെ കൈവിട്ടു എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. മനസ്സിലായല്ലോ? JCBയുടെ കൈ വെട്ടിട്ടെ, JCBയുടെ കൈ വെട്ടിട്ടെ, അല്ലാണ്ട് ആൾക്കാരെ കൈ വെട്ടിയിട്ട് എന്താ കാര്യം? അതൊക്കെ അതൊരു ഗുണ്ടായിസ് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. CPIനും CPIക്കും അവിടെ പാർട്ടി ഓഫീസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിനും അവിടെ ഒരു പാർട്ടി ഓഫീസ് കൊടുക്കണം. BJPക്കും കൊടുക്കണം. ഒരു ഡാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. ഇനി ഡാം ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യാമല്ലോ. അത് നശിപ്പിച്ചു കളയണമെന്നില്ലല്ലോ. അവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ഗവൺമെന്റാ. അത് ഒഴിവാക്കാതെ അത് അങ്ങനെ തന്നെ നിർത്താമായിരുന്നു. ഗവൺമെന്റിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിർത്തായിരുന്നു. അത് പൊളിച്ചു കളയേണ്ട ആവശ്യമില്ലായിരുന്നില്ല. പരാതികൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നതാണ്. അങ്ങനെയുള്ള പരാതികൾ AK സെന്ററിലേക്ക് അയക്കുക. അതല്ലേ കറക്റ്റ്. ഈ പറയുന്ന രീതി, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇരുന്ന ഗവൺമെന്റ് ഈ പറയുന്ന വൻകിട ശക്തികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഘടകകക്ഷികളുടെ പ്രശ്നം അവിടെ ഉണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ CPI ചുമ്മാ വെളി എന്ന് പറയത്തേ ഉള്ളൂ. ബാക്കി ആരാ? ജനതാ പാർട്ടിയോ RSPയോ? അവർക്കൊക്കെ എന്താ ശക്തി? എല്ലാ രാഷ്ട്രീയക്കാർക്കും അവിടെ ഭൂമി ഉണ്ടാവും. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരനെ തമ്മിൽ ഒത്തു കളിക്കുന്നതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും കൂടി വെറുതെ ജനങ്ങളെ പറ്റിക്കുകയാണ്. മൂന്നാറിൽ ഏറ്റവും കൂടുതൽ കൈയേറ്റം നടത്തിയത് മാണിന്റെ ആൾക്കാരാ. പക്ഷെ വെറുതെ മാർക്സിസ്റ്റുകാരെ പറഞ്ഞിട്ട് മാർക്സിസ്റ്റുകാർ കുറ്റം വരുത്തുന്നതിന് ഒരു കാര്യമില്ല. പാവങ്ങൾക്ക് എവിടെ പോയാലും സീറ്റില്ല. ഇപ്പോൾ LDFന്റെ നേതാക്കൾ പോയപ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യേണ്ടി വന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് ചൂടായപ്പോൾ അവർ തണുപ്പ് കൊള്ളാൻ വേണ്ടി മൂന്നാറ് വരെ ഒന്ന് പോയി. അല്ല, കേരളത്തിന് തന്നെ അപമാനവും നാണക്കേടും അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാപിച്ചതായ ബോർഡ് അത് മാറ്റിയേച്ച് അവിടെ കുടിയേറിയിരിക്കുന്നു. നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെ അച്യുതാനന്ദൻ. മറ്റവരായിട്ട് ഞാൻ പറയുന്നില്ല. പഴയ ആൾക്കാർ, പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്നിരുന്നാൽ സത്യസന്ധമായിട്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്യുതാനന്ദൻ. പാർട്ടി എന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് മുഖ്യമന്ത്രി വഴങ്ങിയത് നിർത്തലാക്കി. വീണ്ടും പുള്ളിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ പാർട്ടി സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കുള്ള അവകാശം ഇതാണ്, അധികാരം ഇതാണ്. നമ്മൾ എത്രയോ മുഖ്യമന്ത്രിമാരെ കാണുന്നു അധികാരമുള്ളവർ. ഈ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? അധികാരമുണ്ടോ? ഒന്നുമില്ല. പിന്നെ പേരിനൊരാളിനെ എടുത്തിരുത്തി പാവം സാധു നല്ല മനുഷ്യൻ. VSന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിരിക്കുക. അധികം ഉറക്കെ പറഞ്ഞ പുള്ളിയെ കസേരെന്ന് പറഞ്ഞു വിടും. ഇങ്ങനെയുള്ള പാർട്ടി സംബന്ധമായിട്ടുള്ള അടിപിടികൾ നിർത്തിയാൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നമ്മളെ പാർട്ടി നന്നാവും, നമ്മുടെ നാട് നന്നാവും. ഒരു 5 സെന്റ് സ്ഥലത്ത് കിടക്കുന്ന CPIയുടെ ഓഫീസാണ്, അല്ലെ 8 സെന്റ് ഇരിക്കുന്ന CPMന്റെ ഓഫീസാണ് വലിയ പ്രശ്നം. 64-5 എന്നുള്ളതല്ല, ഭൂമി കയ്യേറിയ അത് എല്ലാം ഒരുപോലെ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അഭിപ്രായം. ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ കളിപ്പിക്കാൻ സർക്കാരിന്റെ പൈസ മുടക്കി നടക്കുന്ന ഒരു പ്രവർത്തനം, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും. അതേ എനിക്ക് പറയാനുള്ളൂ. പൊളിച്ചു കളഞ്ഞ് അതിനകത്ത് നഷ്ടം വരുത്തിയാൽ പാവപ്പെട്ടവനായാലും ശരി, ഏത് മുതലാളിക്കായാലും ശരി, അതിൻ്റെ നഷ്ടം കൊടുക്കേണ്ട ആര് പൊളിച്ചോ അവരാ അതിൻ്റെ ഉത്തരവാദി എന്നാണ് പറഞ്ഞത് CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. മനസ്സിലായില്ലേ? മൂന്നാറിൽ നടക്കുന്ന കയ്യേറ്റം ശക്തിയായിട്ട് എതിർക്കുക. അത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെ ടൂറിസ്റ്റുകളെ എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അത് പോയി സന്ദർശിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഭൂമിയെക്കുറിച്ച് അറിയാം. ആ ഭൂമിയിൽ ഈ പറയുന്ന ഒരു വൻകിട കയ്യേറ്റം അനുവദിക്കില്ല എന്നുള്ളതാണ് പാർട്ടി തീരുമാനം. ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനം അത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇന്ന് ചെയ്യാനുള്ള ഇന്ന് ചെയ്താൽ അടുത്ത തലമുറയ്ക്കുള്ള നിലനിന്ന് പോയാൽ നമ്മൾ കേരളീയർക്ക്, നമ്മൾ ഭാവിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും നല്ലതായിരിക്കും. പ്രകൃതി പ്രതികരിക്കും, അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ക്രിയാത്മകമായ ചർച്ചകളും ആരോഗ്യകരമായ പ്രതികരണങ്ങളും എവിടെയും എപ്പോഴും പ്രതീക്ഷിക്കാം. വിഷയങ്ങളെ ചുവടുപിടിച്ചാണ് പ്രതികരണങ്ങളുടെ യാത്രയും. പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബായ്.